ബിജെപിയുടെ വർഗീയ അജണ്ടയ്ക്കനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്ന ഹൈക്കോടതിയിൽ നിലപാടെടുത്ത യുഡിഎഫ് സർക്കാർ ന്യൂനപക്ഷങ്ങളോട് കടുത്ത വഞ്ചനയാണ് കാണിക്കുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിന്റെ ഹർജിയിലെ ആവശ്യമനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്നാണ് സർക്കാർ സമ്മതിച്ചിരിക്കുന്നത്. യുഡിഎഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം എടുക്കുന്ന നയപരമായ ഓരോ നിലപാടിലും സംഘപരിവാർ അജണ്ട തെളിഞ്ഞു കാണാമെന്നും സിപിഐഎം പ്രസ്താവനയിൽ പറഞ്ഞു. ഷീജ നൽകും വിവരങ്ങൾ. ഷീജ. ജനസേവാലയത്തിലും വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ നിലപാടിനെ വിമർശിക്കുന്നത്. കേന്ദ്ര ബിജെപി സർക്കാരിന്റെ നിയമ ഭേദഗതിക്കെതിരെ എൽഡിഎഫ് സർക്കാർ നിയമസഭയിൽ ഐകകണ്ഠമായി പ്രമേയം പാസാക്കിയിരുന്നു. അധികാരത്തിലെത്തിയപ്പോൾ ബിജെപി അനുകൂല നിലപാടിലേക്ക് യുഡിഎഫ് എത്തി എന്നതിന്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. എന്ത് ഡീലിന്റെ ഭാഗമായാണ് ഇത് എന്നുള്ളത് കൂടിയാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചോദിക്കുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യുഡിഎഫ് ഘടകകക്ഷികൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ചോദിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ലീഗ് അടക്കമുള്ളവർ ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണം എന്നുകൂടിയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുന്നത്. RSSന്റെ ദീർഘകാല അജണ്ടയുടെ ഭാഗമായി രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് പൗരരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ പോലും തള്ളിയാണ് വഖഫ് നിയമ ഭേദഗതി കേന്ദ്രം കൊണ്ടുവന്നത്. അന്ന് അതിനെതിരെ പാർലമെന്റിൽ ശക്തമായ നിലപാടെടുത്ത സിപിഐഎമ്മും ഇടതുപക്ഷവുമാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാഴ്ചക്കാരനായി നിന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധി സഭയിൽ പോലും എത്താത്ത ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിൽ അതേ രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരും സ്വീകരിക്കുന്നത്. ഏതായാലും വർഗീയതയ്ക്ക് സാഷ്ടാംഗം കീഴടങ്ങുന്ന യുഡിഎഫ് സർക്കാർ വഖഫ് ബോർഡ് നിലപാടിലൂടെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ തുറന്നു കാട്ടപ്പെട്ടു എന്ന് തന്നെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.